കിടന്ന കിടപ്പിൽ ക്രിയാറ്റിൻ കുടിച്ചിട്ട് എഴുതിക്കാണ് എഴുതിടാ പോവാം നമുക്ക്. പ്രാക്ടീസ് ഉണ്ട്, പുഷപ്പ് അടിക്കണം. ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ടാം ദിവസം എറണാകുളം. രാവിലെ ക്രിയാറ്റിൻ കലക്കി വെച്ചിട്ടുണ്ട്. ക്രിയാറ്റിൻ കുടിക്കുക, നമ്മളെ കൊണ്ടാവുന്ന കണക്കിന് ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 100 പുഷപ്പ് അടിച്ചുകൂടെ? കുറഞ്ഞതൊരു 100 അടിക്കാൻ നോക്കാം. കുറഞ്ഞത് 500 അടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് പണിയെടുക്കാനുള്ളതാണ്. 500 അടിച്ചിട്ടേ തായ്ലൻഡിൽ നിന്നുള്ള മാസ്റ്റർമാരാണ്. അപ്പോൾ തായ്ലൻഡാണ് ഇന്തോനേഷ്യൻ മാസ്റ്റർമാരാണ്. അപ്പോൾ അവരുടെ കൊറിയാണ്. അപ്പോൾ ഫൈറ്റ് നമ്മളിപ്പോൾ 500 പുഷപ്പൊക്കെ അടിച്ച് നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണ് വാമപ്പൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് അയ്യോ ഞാൻ 500 പുഷപ്പൊക്കെ അടിച്ച് എനിക്ക് വയ്യെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിട്ട് പോകും. വെറുതെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോകണമെന്നൊക്കെയല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന 100 പുഷപ്പ്, ഒരു 50 ജമ്പിങ് ജാക്സ്, പിന്നെ റോപ്പുണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുറച്ച് ടൈമുണ്ട്, അതിനുള്ളിൽ നമ്മളിതെല്ലാം ഒതുക്കുക. സമയം ഇപ്പോൾ 6:30 മണി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ 9 മണിയാകുമ്പം സ്റ്റുഡിയോയിൽ പോകണം. ഓക്കെ, എനിക്ക് പോടാ. Your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat bajo el sky. Baila, baila, sin parar. സുഹൃത്തുക്കളെ, ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുളിക്കണം. കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. നമുക്ക് പ്രൊഡക്ഷൻ ഫുഡില്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ബാക്കി ബില്ലും കാര്യങ്ങളൊക്കെ അവരാണ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കേണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് സ്റ്റുഡിയോയിലെത്തണം, കറക്റ്റ് സമയത്ത് സ്റ്റുഡിയോയിലെത്തണം. അതുകൊണ്ട് നമ്മളല്ല, ഞാൻ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ താമസങ്ങളിൽ നമുക്ക് കുളിച്ചിട്ടോട്ടെ. ഓക്കെ, ഹലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 2 പേരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച ഹോട്ടലിലാണ് പോകുന്നത്. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞ നല്ല അടിപൊളി ഫുഡാണ്. അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണേ. വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അജയ് സെറ്റല്ലേ? സുഹൃത്തുക്കളെ, അപ്പോൾ മുസക്കറി കഴിക്കടാ, ഫോൺ വെച്ചിട്ട് ഞാനും കഴിക്കട്ടെ. നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാട്ടോ. ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്കൊരു 10 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. മണി 9 മണി കഴിഞ്ഞു. നമ്മൾ നടന്നെത്തപ്പം 10 മണി അടുപ്പിച്ചാവും. കുറുക്ക് ചാടാനൊക്കെ നല്ല പാടാണ് കേട്ടാ. ഈ സാധനം കണ്ട, ഈ സാധനം ഉറക്കമില്ലാതെ രാത്രി നമ്മൾ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് ഫയലിംഗ് കിടക്കാണ് കേട്ടോ. സൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സൗണ്ട്. നമ്മളിതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. നല്ല സൗണ്ടാണ് കേട്ടോ അത്. ഡം ഡം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റുഡിയോയിലോട്ട് നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പ്രവേശിക്കുകയാണ്. വണ്ടി വന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. മാസ്റ്റർമാരൊന്നും എത്തിയിട്ടില്ല എന്നാണ് നിഗമനം. ഞാൻ വ്ളോഗും കൂടെ ചെയ്യല്ലേ സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ഫോണിലും കൂടി സംസാരിക്കുകയാണ്. അതാണ് 2 വോയിസ് കേട്ടോ. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മാസ്റ്റർമാർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കാനായിട്ടൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. നമ്മളിവിടെ ഇരിക്കുവാണ്, വെയിറ്റിംഗ് ഫോർ മാസ്റ്റേഴ്സ്.
ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ റൂമിലോട്ടാണ് പോവാം. അതുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴപ്പ് കാണിച്ചിട്ട് പോവാം. അപ്പോൾ അവിടെ വേണ്ടേ ഐ ലവ് കൊച്ചി ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നാ വാ, ഒരു ഓപ്പൺ ജിം കാണിച്ചുതരാം. വേണ്ടേ ഇതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. ഹേയ്യ, ഇത് ജിമ്മ് ബാക്കിലോട്ടില്ലേ? അതെ, കുഞ്ഞിക്കാല്. അങ്ങനെ ഉണ്ട്, പിടുത്തുണ്ടോ? ആ നല്ലതാ. ആണ്ട വേറൊരു കുട്ടി. ഒരു പിഞ്ച് പൈതൽ ഊഞ്ഞാലാടുന്ന ദൃശ്യമാണ് ഇപ്പൊ നമ്മൾ. നമുക്ക് രാവിലെ നാളെ നേരത്തെ വരാം. ഇത് കൊള്ളാം, സൈക്കിള്. ഇത് വരത്തില്ല, ഇത് കൊള്ളാം കേട്ടോ, പൊളി. ഇതും കൂടെ കറക്കണം. അടുത്ത ഞാൻ ഇറങ്ങടാ. എങ്കിൽ ഇതിന്റെ സംഭവം എന്താ? സുഖമില്ലല്ലോ. ഇപ്പൊ സുഖമുണ്ട്. വേറെന്തോ പോലെ ഇരിക്കുന്നത്. നെക്സ്റ്റ് ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. നിനക്കറിയാം അർജുൻ? അത് ലോറിയുടെ ഡ്രൈവർ, ലോറിയുടെ സ്റ്റെയറിംഗ്. ഇത് എന്തിനാണ് ഇതിന്റെ ഇതാ? അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ടേൺ റൈറ്റ്. പോടാ. ഇനി നമുക്ക് കട്ടയൊക്കെ തൂക്കിട്ടേക്കുന്നു. Not this. ഓ ചുറ്റു സാധനം കേട്ടോ. ഇത് വർക്കലവരൊക്കെ കൊണ്ടുവച്ച് അതിനെക്കാട്ടി കൊള്ളാം. ഇത് നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്, ഒരു സാധനം കൂടെ ഉണ്ട്. താണ്ട് അല്ല, അതില്ല. ഇതെന്താ? അത് പിള്ളേരെ ഇരുത്തിട്ട് ഫോട്ടോ കൂട്ടിക്കൊള്ളതല്ല. ഇതിലെന്തിനാ നിനക്ക് പിടുത്തം തോന്നിയെന്ന് പറഞ്ഞാൽ? ഇതിനൊരു പണമില്ല. കൊള്ളാം സുഹൃത്തുക്കളെ, രാവിലെയൊക്കെ നമ്മൾ നടക്കാനൊക്കെ പോകുന്നവർക്ക്, ഈ ജോഗിങ്ങിനൊക്കെ പോകുന്നവർക്കൊക്കെ ചെറിയ രീതിക്കൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാം. കുഴപ്പമില്ല. ഇവിടെ അതില്ല. നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം. ചന്തിക്ക് പിടുത്തം മാറട്ടെ. ഇവിടെ ഉണ്ടായിരുന്നല്ലേ ബാർ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണേണ്ടതാ. ഐ ലവ് കൊച്ചി. ഐ ലവ് കൊച്ചി. ഐ ലവ് കൊച്ചി. അപ്പോൾ ഇന്നത്തെ കുന്തളിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ റൂമിലേക്ക് നമ്മുടെ കൂടെയുള്ള ഒരു ഫൈറ്ററിന്റെ കൂടെ കാറിലാണ് പോകുന്നത്. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടല്ലോ. പിന്നെന്താ ഇപ്പൊ പുറകിലുണ്ടല്ലേ? അപ്പൊ നമ്മളെ വിഷ്ണുവിന്റെ കാറിലാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. ഓക്കെ, മാപ്പ് ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ വിഷ്ണു സൈഡ് വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടി വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒതുക്കേണ്ടി വരും.
ഒരു സുഹൃത്തുക്കളെ ഞങ്ങൾ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇന്നലെ പോയ കടയിൽ തന്നെ പോകണം. ഇന്നലത്തെ ബിരിയാണി പോവല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മാറ്റി പിടിക്കണോ? ബിരിയാണി തന്നെ പിടിച്ചാൽ മതി. ബിരിയാണി ഉണ്ട്, നമുക്ക് മാറ്റി പിടിക്കാമല്ലേ? ഓരോന്ന് മാറ്റി പിടിക്കാം. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്നാൽ നമ്മൾ പോട്ടെ. എല്ലാം എടുത്തില്ലേ? പൈസയൊക്കെ എടുത്താറേ. ഓ ഡോളേഴ്സ് എടുത്തു. വെള്ളം നീ മേടിച്ചായിരുന്നല്ലേ? നീ മേടിച്ചു. ഓക്കെ. നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നും നമ്മൾ ചിക്കൻ ബിരിയാണി വേണം കേട്ടോ. അജയും ചിക്കൻ ബിരിയാണിയാണ്. വേറെ ട്രൈ ചെയ്തില്ല. വേറെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത്രയും സൂപ്പറായിരുന്നു. ട്രൈ ചെയ്യട്ടെ. കാശുകാരൻ. അതെ അണ്ണൻ കടയുടെ പരസ്യത്തിനായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ രാത്രിയായി. സിനിമയിലെ അതിൽ ലൈറ്റ് എത്തണം. മെയ് അതെ. മെയ് എത്ര പറയൂല. എടാ പറയൂല. നീ ഞാൻ ഇത് നീ ഈ രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞു. എവിടെ നിന്ന്? സുഹൃത്തുക്കളെ തിരിച്ച് ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ്. ഞാനല്ല, ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി നാളത്തെ പരിപാടിയാണ്. നാളത്തെ പരിപാടിയാകുമ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യണം, അത് എക്സ്പോർട്ട് ചെയ്യണം, അത് നിങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ കുറേ ജോലിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എനിക്ക് ഊർജ്ജം ഉണ്ടാകും. അതുകൊണ്ട് കാണുന്ന വീഡിയോക്കെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയി കൊടുത്തുക. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ വരാതെ. ബൈ.